ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടെ പ്രാർത്ഥനയോടുകൂടെ സഞ്ചരിക്കാം. ആ വചനം നമ്മെ 148 സങ്കീർത്തനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആകാശത്തോട് ബന്ധപ്പെട്ട ഓരോ കക്ഷികളും ദൈവത്തെ സ്തുതിക്കേണ്ടതിനെക്കുറിച്ച് പറയുകയാണ്. സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പീൻ. സ്വർഗത്തിൽ നമുക്കറിയാത്ത വിധം എണ്ണിക്കൂടാത്ത ദൂതസംഘങ്ങളും അതിൽ ചിലരുടെ മാത്രം ശുശ്രൂഷകളും പ്രവൃത്തികളും ബൈബിളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. കെരൂബുകൾ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവര് സ്തുതിക്കുന്നത് യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ കാണാം. അതിങ്ങനെയാണ്: സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കെരൂബുകൾ മനസ്സിലല്ല സ്തുതിച്ചത്. സ്തുതിയുടെ ഒരു അറ്റ്മോസ്ഫിയറാണ് സ്വർഗത്തിൽ. നമ്മുടെ ചർച്ചിൽ അതുണ്ടോ? നമ്മുടെ ചർച്ചിൽ ബുദ്ധിമാന്മാരുടെ പ്രസംഗത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് പലപ്പോഴും. ഇൻ്റലിജൻസ് അല്ലേ, ഇൻ്റലക്ച്വൽ ആളുകളുടെ അവരാൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് മിക്കവാറും സ്ഥലങ്ങളിൽ. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴത്തേനും ദൈവം കൊള്ളുകയില്ലെന്നുള്ള ചിന്ത വരുന്ന ആ ഒരു മനസ്സ് തന്നെ വെട്ടി നിരത്തേണ്ടതാണ്. നീ ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയാണ്, കാരുണ്യമാണ്. നിന്നെ പോലെ ഒരാൾ ഇവിടെ വേണമെന്ന് ദൈവത്തിന് തോന്നിയതുകൊണ്ടല്ലേ നീ ഇവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും ഭർത്താവും ഡോക്ടറെ കാണാൻ പോകാട്ട് ഇങ്ങനെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ പോകണമല്ലോ. 7-8 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത്, കുഞ്ഞ് ജീവനില്ല, ബീറ്റ്സ് ഇല്ല. ഇതൊക്കെ അവനവൻ്റേതായിട്ട് ചിന്തിക്കുമ്പോഴല്ലേ വിഷമം. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ ഓടി വരണം, അല്ല നോർമലായിട്ട് ഡെലിവറി ആകുകയാണെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നോർമൽ ഡെലിവറി ആയിട്ട് കുഞ്ഞിനെ കിട്ടി. അപ്പോൾ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലല്ല ഡെലിവറി. കാരണം ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഇച്ചിരി നല്ല ആശുപത്രിയിലോട്ട് പോയി ഡെലിവറിക്ക്. പക്ഷേ ഇവിടുത്തെ റിപ്പോർട്ടെല്ലാം കൊടുത്തു. ഡെലിവറി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ ഡെഡ് ബോഡിയല്ലേ പൊതിഞ്ഞ്, മുഖം പൊതിയാതെ മുഖം കാണത്തക്കൊണ്ണം വെച്ചിട്ട് അതിൻ്റെ റിലേറ്റീവ്സിന് കൊടുത്തേക്കാൻ പറഞ്ഞു പുറത്തേക്ക് കൊടുത്തു. ഇനിയുള്ളത് കേൾക്കുമ്പോൾ ഞെട്ടരുത്. ഗീത എന്ന പേരുള്ള ഒരു സീനിയർ നേഴ്സ് ആ കുഞ്ഞിനെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടാണ് പോകുന്നത്. കാരണം അവരെല്ലാം ഇങ്ങനെ ഈ ജോലി ചെയ്തവർക്ക് കുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. നോക്കിയപ്പോൾ ആ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടിയിൽ ഒരു അനക്കം പോലെ തോന്നും. പെട്ടെന്ന് നേഴ്സസിന് അറിയാം ഒരു ചെറിയൊരു ഓപ്പറേഷൻ അവർ ചെയ്യും, ഒരു മസാജ്. കൊച്ചു ശ്വാസം വലിച്ചു, കൊച്ചു കരഞ്ഞു. അവിടെ നിന്ന മനുഷ്യർ മുഴുവൻ കരഞ്ഞു. വേഗം തിരിച്ച് തിയേറ്ററിൽ കൊണ്ടുവന്നു. 4 ഡോക്ടർമാർ കൂടി വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടി. ഇങ്ങനെ നിങ്ങളെ തിരിച്ചു കിട്ടിയത്, നിങ്ങൾക്കൊരു ജന്മം കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ? മാറിപ്പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഇവർ കൊണ്ട് തരുന്നതല്ലേ. ഒത്തിരി പ്രസവം നടക്കുന്നിടത്ത് കൊണ്ട് തരുന്നത്, കിട്ടുന്നത് കൊണ്ട് പോകാനല്ലേ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ ജന്മം ഒത്തിരി വിലയേറിയതാണ്. യു ആർ പ്രഷ്യസ്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. അതാണ് പറഞ്ഞു വരുന്ന വിഷയം. ദൈവത്തെ സ്തുതിക്കാൻ മടി കാണിക്കരുത്.
ഗോഡ് ബ്ലെസ് യു.